ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ് ഷൈൻ ടുഗെദർ. ഇത് നമ്മുടെ 2021 ഫസ്റ്റ് വീഡിയോ ആണ്. അത് തന്നെ ഒരു ഷോപ്പിംഗ് ഹാൾ വീഡിയോ ആണ്. അതാണ് നമ്മുടെ ഈ വർഷത്തെ തുടക്കത്തെ വീഡിയോ. ലൈംറോഡ് ആപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ടോപ്പാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. നല്ലൊരു വർഷമായിരിക്കട്ടെ 2021. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അതിനേക്കാൾ മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഓടിപ്പോയി വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ അടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ ചോദിക്കും. അതിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും, പെട്ടെന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം. അപ്പൊ ഞാൻ മുൻപ് ലൈംറോഡ് ഹാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് ടോപ്പുകൾ കിട്ടും, 1 രൂപയ്ക്ക് ടോപ്പുകൾ കിട്ടും. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ടോപ്പുകളും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തത് അത് കണ്ടു നോക്കാം. ഇതും ഞാൻ അതുപോലെ ബൈ ടു ഗെറ്റ് 1 ഫ്രീ ഓഫറിൽ വാങ്ങിച്ച ടോപ്സ് ആണ്. ഈ ബൈ ടു ഗെറ്റ് 1 ഫ്രീ ഓഫർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 ടോപ്പ് സെലക്ട് ചെയ്യാം. അതിൽ ഏറ്റവും പൈസ കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്ത് 2 ടോപ്പിന്റെ പൈസ അവരെടുത്തിട്ട് മറ്റേ ടോപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ബൈ ടു ഗെറ്റ് 1 ഫ്രീ ഓഫർ. ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ലൈംറോഡിൽ. കുറച്ച് നാളായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. ഫസ്റ്റ് ടോപ്പ് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ചെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഹാൾ വീഡിയോ ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് പൊളിക്കുന്നതല്ലായിരുന്നു ഒരു ദിവസം. ഫസ്റ്റത്തെ ടോപ്പ് ഇതാണ്. ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ബ്ലൂ എന്നും പറയാൻ പറ്റില്ല, ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു കളറാണ്. അതില് വൈറ്റ് ഇതുപോലത്തെ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഒരു കുർത്താന്ന് പറയാം, നല്ലൊരു കുർത്തയാണത്. നമുക്ക് പലാസോന്റെ ഒപ്പം സ്കേർട്ടിന്റെ ഒപ്പം ഒക്കെ ഇട്ടാൽ നല്ലൊരു വെറൈറ്റി ലുക്കാണ്. അല്ലെങ്കിൽ നോർമലി ലെഗിങ്സ്, ജഗ്ഗിങ്സ്, ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. ഈ ടോപ്പിന്റെ ഒപ്പം കൂടുതലും എന്താ പറയാ, മെറ്റൽ ജ്വല്ലേഴ്സ് നല്ല ഭംഗി ഉണ്ടാവും. സിൽവർ മെറ്റൽ ജ്വല്ലറി ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഈ ടോപ്പിന്റെ ഒപ്പം ഇട്ടാല്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. റയോൺ മെറ്റീരിയൽ ആണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കൊടുക്കാം. കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പറയുമ്പോൾ എല്ലാം നോക്കി പറയുമ്പോൾ റെഡി ആവില്ല. ഇതിലുള്ള പ്രൈസ് ആവില്ല ചിലപ്പോൾ ആപ്പില്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊരു 3/4 സ്ലീവ് ആണ്. പിന്നെ ഇവിടെ ഇതുപോലൊരു ഇതായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. ഒക്കെ സിമ്പിൾ ടോപ്പുകളാണ്, പക്ഷെ നല്ല അഫോർഡബിൾ കാഷ്വൽ ടോപ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് ഒരു ബ്ലാക്ക് കളറിലാണ്. ഇതൊരു സിമ്പിൾ ടോപ്പാണ്. വെറും ബ്ലാക്ക് കളർ ഒരു കുർത്തയില്, ടോപ്പല്ല ഒരു കുർത്തയില് ജസ്റ്റ് ഒരു റെഡ് കളർ ബോർഡർ പോലെ നെക്കിന്റെ അവിടെയും പിന്നെ ഈ അറ്റം വരെയും 2 ലൈൻ പോലെ കൊടുത്തിരിക്കുന്നു. പിന്നെ സ്ലീവിന്റെ അറ്റത്തും ഇതുപോലെ ഒരു വർക്ക്. ജസ്റ്റ് ഒരു സിമ്പിൾ ടോപ്പ് തന്നെയാണ്. ഇതധികം പ്രൈസ് ഇല്ല. ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. കോട്ടൺ അല്ല, സെമി കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് കുറച്ചൊരു ട്രാൻസ്പാരന്റ് ആണ് ഈ മെറ്റീരിയൽ. ഇതാണ് അടുത്ത ടോപ്പ്. അടുത്ത ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ടോപ്പ് തന്നെയാണ്. റോസ് കളറില് നല്ല ശരിക്കും നമ്മളെ കാണിച്ച പോലത്തെ ഒരു ടോപ്പാണ്. നമ്മൾ ആ മോഡൽ ഇട്ട് കണ്ട പോലത്തെ അതേ മെറ്റീരിയലിൽ വന്നേക്കുന്നതാണ്. പിന്നെ വന്നിട്ട് ഇവിടെ പ്രിന്റ് ഉണ്ട്, ഗോൾഡും മെറൂണും ചേർന്നിട്ടുള്ള സൂപ്പർ പ്രിന്റ്, ഒരു ഫ്ലവറിന്റെ നല്ലൊരു ടോപ്പാണ്. സ്ലീവിൽ വന്നിട്ടൊരു ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് എന്നൊക്കെ പറയില്ല, ഇവിടെ ഈ അറ്റത്ത് അതുപോലൊരു സംഭവമുണ്ട്. ബട്ടർഫ്ലൈ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഇതുപോലെ. പിന്നെ ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ്, ചെറിയൊരു ടോപ്പ്. ഇതൊരു നല്ല ടോപ്പാണ്. ടോപ്പ് വന്നിട്ട്
ബ്ലൂ കളറാണ്, നല്ല ഇലക്ട്രിക് ബ്ലൂ കളറിലുള്ള ഒരു ടോപ്പാണ്. വർക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ടോപ്പ്, ഒരു ബ്ലൂ കളറിൽ. വെറുതെ ഒരു ബ്ലൂ കളറിൽ 3/4 സ്ലീവ് ആയിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഓപ്പൺ ആക്കാം, അതുപോലത്തെ ഒരു ടോപ്പാണ്. അതെ, സിമ്പിള്. പക്ഷെ ഇതെനിക്ക് തോന്നിയത് കുറച്ച് ട്രാൻസ്പാരന്റ് ആയിട്ട് തോന്നി ഈ ക്ലോത്ത്. ഇതും കുറച്ച് ട്രാൻസ്പാരന്റ് ആണ്. ഞാൻ മുൻപ് ലൈംറോഡ് ഹോൾ ചെയ്തപ്പോൾ എനിക്ക് ആ ടോപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അത്രയും ട്രാൻസ്പാരൻസി ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ നല്ലതായിരുന്നു. അത് കണ്ടിട്ടാണ് വീണ്ടും പർച്ചേസ് ചെയ്തത്. പക്ഷെ ഇത് എനിക്ക് മെറ്റീരിയൽ കുറച്ച് കണ്ടില്ലേ, ട്രാൻസ്പാരന്റ് ആയിട്ട് തോന്നി. നേരത്തെ കാണിച്ച ബ്ലാക്കും കുറച്ച് ട്രാൻസ്പാരന്റ് ആണ്. പക്ഷെ ആദ്യം കാണിച്ച ടോപ്പ് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ല ടോപ്പാണ്. ടോപ്പാണ് ഞാൻ ലൈംറോഡിൽ നിന്ന് ഇപ്പൊ എടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്ന് എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടുമാണ്. നമ്മുടെ മോഡൽസിന് ആ മോഡൽ കണ്ട് വാങ്ങിച്ചതിൽ ഇത് രണ്ടുമാണ് കയ്യെ കിട്ടിയപ്പോൾ ഇഷ്ടമായത്. മറ്റു രണ്ടും കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ക്ലോത്തും ഉദ്ദേശിച്ചത്ര അപ് ടു ദ മാർക്ക് ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബൈ ടു ഗെറ്റ് വൺ ഫ്രീയില് വാങ്ങിച്ചതായതുകൊണ്ട് ഇപ്പൊ റിട്ടേൺ ആണെങ്കിലും അത് എനിക്ക് പറ്റില്ല, അതിന്റെ പൈസ അത് പിടിക്കും. അപ്പൊ ഈ ടോപ്പ് നമുക്ക് വൈറ്റ് ജീൻസിന്റെ കൂടെ ഇട്ടാല് നല്ല രസമായിരിക്കും. പിന്നെ ഏത് ജീൻസിന്റെ കൂടെ ആണെങ്കിലും ഇടാം. വൈറ്റിന്റെ കൂടെ ആയിരിക്കും ഈ കളർ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുക. രണ്ടും ഒരു എലഗന്റ് ലുക്കായിട്ട് റോസ് കളറും വൈറ്റ് അടിയിൽ ബോട്ടം ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും. പിന്നെ ഈ ടോപ്പിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനും വൈറ്റ് തന്നെയായിരിക്കും കൂടുതൽ ഭംഗി. ഏതായാലും കുഴപ്പമില്ല, കാരണം ഇതുമ്പോൾ വൈറ്റിന്റെ വർക്ക് ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടോപ്പാണോ ഇഷ്ടമായി അത് പർച്ചേസ് ചെയ്യാനായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പൊ ടോപ്പ് ഇപ്പൊ ഒരുപാട് നല്ല ഡ്രസ്സുകളല്ല, കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ടോപ്പുകളൊക്കെ കുറെ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ചിലത് മെറ്റീരിയൽ നല്ലതായിട്ട് വരും, ചിലത് ഇതുപോലെ ട്രാൻസ്പാരൻസി പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇത് രണ്ടും എനിക്ക് കുറച്ച് ട്രാൻസ്പാരന്റ് ആയിട്ട് തോന്നി. ഈ ബ്ലൂ ഒക്കെ ഞാൻ മറ്റേ മോഡൽ ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര നല്ല മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് ട്രാൻസ്പാരന്റ് ആയിപ്പോയി. പിന്നെ ബ്ലാക്ക് പിന്നെയും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇന്നർ വെച്ചിട്ടായാലും ഇടാം. ബ്ലാക്ക് വലിയ പ്രശ്നമില്ല. അത്ര ട്രാൻസ്പാരൻസി ഇപ്പൊ ഈ ട്രാൻസ്പാരൻസി അത്ര പ്രോബ്ലം ഒന്നുമില്ല. ഇന്നർ വെച്ചിട്ടാണെങ്കിൽ അതൊരു പ്രോബ്ലം അല്ല. അപ്പൊ അതാണ് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ഷോപ്പിംഗ് ഹാള്. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിക്കാം. അങ്ങനെയും ചോദിക്കുന്നുണ്ട് ഡൗട്ടുകൾ. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കുട്ടികൾ. സോ അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയിട്ട് ചോദിക്കാം. രണ്ടിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനോടായിട്ട് നമ്മളൊരു പ്രീ ബ്രൈഡൽ കെയർ സീരീസ് തുടങ്ങാൻ പോവാണ്. അതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോസ്. അതൊരു സീരീസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.